നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂർ മാർക്കറ്റിൽ നടക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് കവറിൽ നാടൻ ബോംബുകൾ കണ്ടെത്തി. ഉപേക്ഷിച്ച നിലയിലായിരുന്നു ബോംബുകൾ കണ്ടെത്തിയത്. കച്ചവടക്കാരാണ് ആദ്യം ഈ ബോംബുകളെ കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. കഴക്കൂട്ടം പോലീസ് നടത്തിയ പരിശോധനയിൽ 5 നാടൻ ബോംബുകളാണ് കണ്ടെത്തിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ബോംബ് സ്ക്വാഡ് വിശദമായ പരിശോധന നടത്തി. കണ്ടെത്തിയ ബോംബുകൾ നിർവീര്യമാക്കിയിട്ടുണ്ട്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ നിരന്തരം സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഈ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സംഭവത്തിൽ പോലീസ് വിശദമായ പരിശോധന തുടങ്ങി. അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി. അതായത് കണ്ണൂരിലെ എരഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വൃദ്ധൻ മരിച്ച സംഭവം. എരഞ്ഞോളി കൂടക്കുളത്തെ വേലായുധനാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ സ്ഫോടനമുണ്ടായത്. തലശ്ശേരി കോർപ്പറേഷനടുത്ത് എരഞ്ഞോളിയിലെ ആൾപ്പാർപ്പില്ലാത്ത വീട്ടുപറമ്പിൽ വെച്ചുണ്ടായ സ്ഫോടനത്തിലാണ് വേലായുധൻ മരിച്ചത്. ആൾപ്പാർപ്പില്ലാത്ത പറമ്പിൽ തേങ്ങ പെറുക്കാൻ പോയപ്പോഴാണ് അപകടമുണ്ടായത്. പറമ്പിലുണ്ടായിരുന്ന സാധനം എന്തെന്ന് വേലായുധൻ എടുത്തു നോക്കി. അപ്പോൾ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഉഗ്ര സ്ഫോടന ശബ്ദം കെട്ടെത്തിയ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം വേലായുധന്റെ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവ സ്ഥലത്ത് തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആൾ താമസമില്ലാത്ത എരഞ്ഞോളി കുടക്കുളത്തെ വീട്ടുപറമ്പിൽ ഒളിപ്പിച്ചു വെച്ച ബോംബ് പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 1 വർഷം മുൻപ് തലശ്ശേരി മേഖലയിൽ നിധി സൂക്ഷിക്കുന്ന പാത്രമാണെന്ന് കരുതി സ്റ്റീൽ പാത്ര ബോംബ് തുറക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് അസം സ്വദേശിയായ അച്ഛനും മകനും കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പിന് ശേഷം തലശ്ശേരി മേഖലയിൽ വ്യാപകമായി ബോംബേറും അക്രമവും നടക്കുന്നുണ്ട് എന്ന ആരോപണം ശക്തമാണ്. പോലീസ് വിവിധയിടങ്ങളിൽ റെയ്ഡ് നടത്തുന്നുണ്ടെങ്കിലും ബോംബുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല. നേരത്തെ പാനൂർ മുള്ളിയാത്തോട്ടിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ മുകളിൽ നിന്നും ബോംബ് നിർമ്മാണത്തിനിടെ CPM പ്രവർത്തകൻ മരിക്കുകയും ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.